ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയും ചൈനയും തമ്മിൽ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ താരിഫ് യുദ്ധത്തിൽ നിന്ന് മാറി ഇത് കയ്യാങ്കളിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇറാന്റെ അടുത്തുള്ള ഡിഗോ ഗാർസിയ എന്ന് പറയുന്ന ദ്വീപിൽ അമേരിക്കയുടെ B-2 ബോംബറുകൾ അവിടെ കൊണ്ടുവന്ന് വിന്യസിച്ചിരുന്നു. പോരാത്തതിന് ദക്ഷിണ ചൈന കടലിന്റെ ഭാഗത്തും അമേരിക്ക ഇത് വിന്യസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ചൈനയുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ, ചൈനയോട് ചേർന്നുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഈ വിമാനം അമേരിക്ക വിന്യസിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അടുത്ത 6 മാസത്തിനകം തായ്വാനെ ചൈന ആക്രമിക്കുമെന്നുള്ളതാണ്. തായ്വാനെ ആക്രമിക്കും ചൈന എന്ന് പറയുമ്പോൾ തായ്വാനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അമേരിക്ക വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതൊരു അഭിമാന പ്രശ്നമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തായ്വാനെ ചൈന ആക്രമിക്കുമ്പോൾ ആ ചൈനയ്ക്ക് തടയിടാനാണോ അമേരിക്കയുടെ നീക്കം? അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഈ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ കിഴക്കൻ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഒന്ന്, ഓൾറെഡി റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു, തുടർന്നുകൊണ്ട് നിൽക്കുന്നു. റഷ്യ ഇപ്പൊ പുതിയ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ ബ്രിട്ടനെ പോലും ലക്ഷ്യം വെക്കുന്ന രീതിയിലേക്കാണ് അവരുടെ ബ്രിട്ടനിൽ അവർ ഓപ്പണായിട്ട് മുമ്പ് പുടിൻ പറഞ്ഞിരുന്ന കാര്യം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ഒരു സംഘർഷത്തിന്റെ വക്കോളമാണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഏത് നിമിഷവും അടി പൊട്ടാവുന്ന അവസ്ഥയിലാണ്, എപ്പോഴും പൊട്ടുന്ന സ്ഥലവുമാണ്. പിന്നെ ഉള്ളത് തായ്വാനും ചൈനയുമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ അവസ്ഥ. ഇതിനിടയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യ ഏത് നിമിഷവും സ്വതന്ത്രമാകുമെന്നാണ് പാകിസ്ഥാനിലെ തന്നെ നിരീക്ഷകരും ചില മാധ്യമങ്ങളും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം. ബംഗ്ലാദേശിലേക്ക് വന്ന സ്ഥിതി ഭയങ്കര മോശമായി നിൽക്കുന്നു. അവിടെ എന്താണ് ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാനേക്കാൾ കഷ്ടപ്പെട്ട ആഭ്യന്തര കലാപത്തിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മിലിറ്ററി കയറി അവിടെ ഭരണം പിടിക്കുന്നു എന്നൊക്കെ ഉള്ള സംശയം അവിടെ നിൽക്കുന്നു. നേപ്പാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുള്ള പ്രക്ഷോഭം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. അവിടെ ടീച്ചേഴ്സ്, അധ്യാപകര് അവിടെ ഒരു പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു രാജ്യവ്യാപകമായിട്ട്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നേപ്പാൾ നിൽക്കുന്നു. അതൊക്കെ രൂക്ഷമായി കഴിഞ്ഞാൽ അവിടെ വലിയ ആഭ്യന്തര കലാപത്തിന് സാധ്യതയുണ്ട്. പൊതുവെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശ്രീലങ്ക മാത്രമാണ് പുറമേക്ക് ശാന്തമായി നിൽക്കുന്നത്. കാരണം അവിടെ ഒരു വലിയ കോലാഹലം, ഒരു പൂരം കഴിഞ്ഞിട്ട് നിൽക്കുക അവര്. പ്രസിഡന്റിന്റെ കൊട്ടാരമൊക്കെ തീയിട്ട് പ്രസിഡന്റിനൊക്കെ അവിടെ നിന്ന് നാട് കടത്തി, അങ്ങനെ ഒരു വലിയ കലാപം ഉണ്ടായി. അതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിലവിൽ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ ഏഷ്യയുടെ ഒരു ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത്രയുമാണ്. അതുകൊണ്ട് തന്നെ എവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോഴത്തെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം, അതൊരു യുദ്ധമായിട്ടാണ് കാണുന്നത്. താരിഫ് യുദ്ധം തന്നെയാണത്. അപ്പം ചൈന അത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചൈന അതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതായത് ഇപ്പൊ ഈ അമേരിക്ക ചൈനയ്ക്ക് മുകളിൽ വലിയ രീതിയിലുള്ള താരിഫ് ഉയർത്തിയപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട്, കാരണം ഇപ്പൊ ഒരു ശത്രുത ഉണ്ടല്ലോ ഇവർ തമ്മിൽ, നേരെ ചൈനയും അത്രയും തന്നെ താരിഫ് 34% താരിഫ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ അപ്പം ട്രംപ് പറഞ്ഞു ഞാൻ 50% ഉയർത്തുന്നു. അപ്പൊ ഒരു ക്ലാഷ് അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അടി തുടങ്ങി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചൈന തായ്വാനെ ആക്രമിക്കും എന്നുള്ളതാണ്. ആക്രമിക്കുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന്, പലരും പറയുന്നത് വലിയ രീതിയിലുള്ള ഫോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ചൈന മുതിരില്ല. അത് അവരുടെ പ്ലാൻ ബിയോ സിയോ ആണ്. അവരുടെ പ്ലാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായി അവർ ചെയ്യുന്ന കാര്യം, ഈ തായ്വാനെ സംബന്ധിച്ച് അവരുടെ ഈ ഊർജ സ്രോതസ്സുകളുണ്ട്. ഈ പ്രകൃതി വാതകവുമായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം കപ്പൽ മാർഗമാണ് എത്തുന്നത്. 100% കപ്പൽ ഗതാഗതത്തെ ആശ്രയിച്ച് ആണ് അവിടുത്തെ ഇങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾ. LPG ഒക്കെ ആയി തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നത് 100% കപ്പലുകളെ ആശ്രയിച്ചു. അപ്പൊ അവിടെ നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളായിട്ട് ചൈന അവരുടെ കപ്പൽപ്പടയാണ് തായ്വാന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കപ്പലുകൾ മുഖേന ഇവരിലേക്ക് വരേണ്ട അവരുടെ ഭക്ഷ്യ വസ്തുക്കൾ, ഇല്ലെങ്കിൽ ഈ അവരുടെ പാചകവാതകം ഉൾപ്പെടെയുള്ള അവരുടെ ഇൻഡസ്ട്രിയൽക്ക് ആവശ്യമായ ഓയിലായാലും വാതക ഷിപ്പുകൾ, ഇതിനെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തായ്വാൻ ചൈനയുമായിട്ടൊരു കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. രണ്ടാമത്, ഈ
ചൈനയുടെ പ്രൊഫഷണൽസിനെ, IT പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ ഹാക്കേഴ്സിനെ വെച്ചുകൊണ്ട് തായ്വാന്റെ മുഴുവൻ ശൃംഖലകൾ തകർത്ത് കളയുക. അതൊരു സൈബർ യുദ്ധമാണ് രണ്ടാമത് അവർ പ്ലാൻ ചെയ്യുന്നത്. മൂന്നാമത് അവരുടെ പ്ലാനിംഗ് ഉള്ളത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ തായ്വാന്റെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളെയും തകർക്കുക, ചെറിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് അത് തകർക്കുക. ഇത് മൂന്നും അവർക്ക് പരാജയപ്പെടുന്ന സാഹചര്യം വന്നാൽ മാത്രം നാലാമതൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവര് 1,00,000 പട്ടാളക്കാരെയാണ് അതിനുവേണ്ടി നിയോഗിക്കുക എന്നാണ് പറയുന്നത്. ഈ തായ്വാൻ പിടിച്ച് അടക്കുന്നതിനുണ്ട്. കാരണം തായ്വാൻ എപ്പോഴും ചൈനയുടെ പ്രവിശ്യയാണെന്നാണ് ചൈനക്കാരും പറയുന്നത്. അപ്പോൾ ചൈന കണക്കൂട്ടുന്നത് അമേരിക്ക ഒരിക്കലും ഒരു പ്രതിരോധത്തിന് വരില്ല, അതായത് നേരിട്ട് ചൈനയുമായി ഏറ്റുമുട്ടത്തക്ക തരത്തിലേക്ക് ഒരു പ്രതിരോധത്തിന് വരില്ല എന്ന് ചൈന കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ പോകാതെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, അതായത് ഷിപ്പുകൾ തടയുക, അതുപോലെ തന്നെ അവരുടെ ഈ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് ഹാക്കേഴ്സിനെ ഉപയോഗിച്ച് തകർക്കുക. അതൊക്കെ ചൈനയ്ക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത് അവരുടെ ഈ മിസൈൽ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിലുള്ള ആക്രമണമാണ്, എന്നാൽ വളരെ ശക്തമായ ആക്രമണമാണ് ഈ പുതിയ കാലഘട്ടം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അമേരിക്ക അറ്റാക്ക്. ഇപ്പൊ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് മിസൈൽ വിടുകയോ തടുക്കുകയൊക്കെ ചെയ്യും. ഇത് അങ്ങനെ പോകുന്നില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതൊരു കാര്യം, ഇറാൻ അമേരിക്ക ഒരു സംഘർഷം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഏത് നിമിഷവും അടിപൊട്ടാമെന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നു. അതിനിടയിൽ അമേരിക്ക ഭയപ്പെടുത്തുന്ന മറ്റു കാര്യമുണ്ട്. ഇറാൻ അത്ര ഒരു ചെറിയ സംഭവമല്ല. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ ആകമാനമുള്ള അമേരിക്കയുടെ 60-ലധികം സൈനിക താവളങ്ങളുണ്ട്. അത് കരയുടെ സൈനിക താവളമുണ്ട്, നാവിക സൈനിക താവളമുണ്ട്. ഖത്തറിലൊക്കെയാണ് അവരുടെ 5ാം കപ്പൽപ്പടയൊക്കെ കൊണ്ട് വിന്യസിച്ചിട്ടിരിക്കുന്നത്, തമ്പടിച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ വ്യോമ താവളങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടേക്കൊക്കെ പ്രഹരം ഏൽപ്പിക്കാനായിട്ട് ഇറാന് കഴിയും. അതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഈ ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, അത് നമ്മൾ എടുത്തു പറയുന്നില്ല. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായതുകൊണ്ടും ഏത് നിമിഷവും എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നതായതുകൊണ്ടും തന്നെ അതിനൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവിടെയും ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് ഒരു റോളുണ്ട്. ദക്ഷിണ കൊറിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ ഇടപെടും. കാരണം ഈ ഉത്തര കൊറിയയുടെ അടുത്ത ലക്ഷ്യം ജപ്പാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല, ദക്ഷിണ കൊറിയക്കൊപ്പം നിൽക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ ഒരു വിഷയം അമേരിക്കയ്ക്ക് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇറാനും അമേരിക്കയും തമ്മിൽ അടിയുന്ന അവർ ഡയറക്റ്റുള്ള അടിയായിട്ട് മാറും. തായ്വാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എത്താതിരിക്കാൻ കഴിയില്ല. ഈ 3 കേസ്. ഇപ്പോ ട്രംപിന് വേണമെങ്കിൽ സുന്ദരമായിട്ട് കൈയൊഴിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം റഷ്യ-ഉക്രൈൻ യുദ്ധമാണ്. ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും. കാരണം സെലൻസ്കി ആയിട്ടൊക്കെ വലിയ അകൽച്ചയിലും കാര്യത്തിൽ നിൽക്കുന്നത് അങ്ങനെ നിൽക്കാൻ പറ്റും. ഈ ഒരു സാധനമാണ്. ഇതിനിടയിൽ തന്നെ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ പാകിസ്ഥാനിൽ അവിടെ ബലൂചിസ്ഥാനികൾ ഏത് നിമിഷവും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചേക്കാം എന്നൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോഴും അവിടെയും അമേരിക്കയുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഒരു വേർഷനാണ്. ഇപ്പോ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അമേരിക്കയ്ക്ക് ഈ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമത്താവളം, ലോകത്തിലെ തന്നെ 10 വലിയ വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് ബംഗ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് ഈ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അവിടുന്ന് ഏതാണ്ട് ആകാശ ദൂരം 1 മണിക്കൂർ സഞ്ചരിച്ചാൽ ചൈനയുടെ മിസൈൽ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിൽ എത്താമെന്നാണ് പറയുന്നത്. അവിടെ അമേരിക്കക്കാർക്ക് ഒരു വ്യോമത്താവളം അനുവദിച്ചിരിക്കുന്നു. അതിന്റെ 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഭരണകൂടങ്ങൾ കരുതുന്നത് ഈ ചൈന വലിയ രീതിയിൽ അവരുടെ സ്ഥലത്ത് കടന്നു കയറുന്നുണ്ട്, തങ്ങളെ അധീനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നേരത്തെ മുതലേ ഉണ്ട് അവിടെ. അപ്പോൾ അതിനെ തടയിടുക എന്ന ലക്ഷ്യമാണ് ഒന്ന്. രണ്ടാമത്തെ, അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യോമത്താവളം കൊടുക്കുന്നതോടുകൂടി ഈ സാമ്പത്തികമായി തകർച്ചയിൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാന് ഒരു സാമ്പത്തിക സഹായം കിട്ടും. കാരണം ഇത്തരം ദരിദ്ര രാജ്യങ്ങളിൽ ഈ വ്യോമത്താവളമൊക്കെ അമേരിക്ക സൃഷ്ടിക്കുമ്പോൾ ഇവർക്ക് ഒരു ഫണ്ട് കൊടുക്കാറുണ്ട്, ഇത്ര മില്യൺ. പിന്നെ ഇവരെ പല ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ കയ്യിലിരിക്കുകയാണല്ലോ ഐക്യരാഷ്ട്രസഭയും അതിന്റെ ഫണ്ടിങ് ഏജൻസിയൊക്കെ. ഇവരെ പല വകുപ്പിൽപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഈ ഫണ്ട്, ദാരിദ്ര്യ ഫണ്ട്, തുണി മേടിക്കാൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പൈസ കിട്ടും. ഒരു ഇത്, അതായത് ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവരുടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജീവിക്കാം എന്നാണ്. പക്ഷെ സാധാരണ ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും അവരുടെ ഭൂമി അങ്ങനെ തുറന്നിട്ട് കൊടുക്കാറില്ല, സാധാരണഗതി ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളുമായിട്ട് സൗഹൃദമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറ്, പക്ഷെ ആരും അത് ചെയ്യാറില്ല. കാരണം ഒരു വ്യോമത്താവളം വരികയാണെങ്കിലും ഒരു കരസേനയുടെ താവളം വരികയാണെങ്കിലും ഒക്കെ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന് ചാരപ്രവർത്തനം നടത്താനും നമ്മുടെ രാജ്യത്തിനെ നിയന്ത്രിക്കാനും അമേരിക്ക പോലുള്ള രാജ്യത്തിന് കഴിയും. അതുകൊണ്ടാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ പോലൊക്കെ ദുർബലമായ ഒരു രാജ്യത്തിന് അതല്ലാതെ വേറെ പോംവഴി ഇല്ല. ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്ക സൈന്യത്താവളങ്ങൾ അനുവദിക്കുന്നത് വെച്ചാൽ അവർക്ക് സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഇല്ല. അവരുടെ കയ്യിൽ പൈസയുണ്ട്,
പക്ഷെ അവർക്ക് അമേരിക്കയുടെ പണം വേണ്ട, അമേരിക്ക അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. കാരണം അവർക്കൊരു പ്രൊട്ടക്ഷൻ, നമ്മൾ സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തത്തില്ല, അതേപോലെ ഒരു സാധനമാണ് അവർ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പം ഇതൊന്നും നിൽക്കുന്നു ഈ ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് കിഴക്കേഷ്യയിൽ നടക്കുന്ന ഒരു സാധനം, ഏഷ്യൻ മുൻകരയിൽ നടക്കുന്ന ഒരു സാധനമാണ് ഈ അഫ്ഗാനിസ്ഥാന് ഈ ബംഗ്ര വ്യോമത്താവളം ഈ അഫ്ഗാനിസ്ഥാൻ നൽകുന്നു. അവിടെ US-17 എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ വ്യോമസേനയുടെ ചരക്ക് വിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ടാങ്കുകൾ, യുദ്ധ ടാങ്കുകൾ മറ്റും ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിലുള്ള ചില പ്രാദേശിക മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 3-4 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആരും അത്ര വാർത്തയാക്കിയിരുന്നില്ല. കാരണം പ്രാദേശികമായി തന്നെ വന്നത് കാരണം ഇനി ഇത് ശരിയാണോ അല്ലേ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്, അവിടെ വിമാനങ്ങളൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ്. യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക കണക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഇതിനകത്ത് റോളെന്ന് വെച്ചാൽ ഇന്ത്യക്കും റോളുകൾ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തായ്വാനും ചൈനയും തമ്മിലുള്ള ഉടക്കിനകത്ത് ഇന്ത്യക്ക് യാതൊരു റോളും ഇല്ല. അത് മറ്റൊരു കാര്യം. ഇതിനകത്ത് ഈ ബലൂചിസ്ഥാന്റെ വിഷയം വന്നു കഴിയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു പുറമേ ഉള്ള സപ്പോർട്ടെങ്കിലും ഈ ബലൂചിസ്ഥാനികൾക്ക് വേണ്ടി വരും. അതായത് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിക്കൻ നെക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ, അവിടെയും ഒരു കലാപശ്രമം ഉരുണ്ടുകൂടുന്നു. ഇപ്പൊ ചൈന ഈ തായ്വാനെയും മറ്റുമൊക്കെയാണ് ലക്ഷ്യം വെച്ച് മുമ്പോട്ട് നീങ്ങുന്നത്, അമേരിക്ക ലക്ഷ്യം വെച്ച് മുമ്പോട്ട് നീങ്ങുന്നെങ്കിൽ അവരൊരിക്കലും ബംഗ്ലാദേശിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരുപക്ഷെ POK മുഴുവനായി നമ്മുടെ ഭാഗത്തേക്ക് പിടിച്ചെടുക്കാനും ബലൂജികൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും സാധ്യത കൂടുതലാണ്. ഈ അവസരത്തിൽ ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന മിസോറാമും സിക്കിമും ഒക്കെ ആയിട്ട് ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങൾ ഒരുപക്ഷെ അരക്കൻ ആർമിയെ കൊണ്ടോ മറ്റോ ഒക്കെ സംഘടിപ്പിച്ചെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു വലിയ ഒരു യുദ്ധമുഖത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറിപ്പോയ 2-3 മാസത്തിനകമൊക്കെ ഇതൊരു വലിയ സംഘർഷവും യുദ്ധവുമായി മാറാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് ഉള്ള ശത്രുക്കളൊക്കെ തന്നെ ഉള്ളൂ. പുതിയതായിട്ട് നമുക്ക് ശത്രുക്കളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ ഉള്ള ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വെൽ പ്ലാൻഡ് ആണ്. കാരണം നമ്മൾ ജനിച്ച കാലം മുതലേ ശത്രുക്കളാണല്ലോ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ബംഗ്ലാദേശ് ഈ അടുത്ത കാലത്തും ശത്രുതയിലായിട്ട് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് വന്നെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ പട്ടാളം വന്നിട്ടില്ല എന്ന് ആലോചിക്കണം. അവിടുത്തെ ഇടക്കാല സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന വിഘടനവാദികളും മാത്രമാണ് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മതമൗലികവാദികളും മാത്രമാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിന് പോകാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ട്രംപിന്റെ താരിഫ് ഉയർത്തിയത് മൂലം ഏറ്റവും കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പണിമേടിച്ചിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. കാരണം അവരുടെ 74% കയറ്റുമതി അമേരിക്കയിലേക്കായിരുന്നു. അതായത് ഒരു അമേരിക്കൻ പൗരന്മാര് 44, അവര് വാങ്ങുന്ന 100 കാര്യങ്ങൾ വാങ്ങിയാൽ അതിൽ 44 കാര്യങ്ങളും ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ചൈനയെ വലിയ രീതിയിൽ അത് അസ്ഥിരപ്പെടുത്തും, ഇല്ലെങ്കിൽ ചൈനയ്ക്ക് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അപ്പം അങ്ങനെ നിൽക്കുന്നു ചൈനയുടെ അവസ്ഥ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യവുമായിട്ട് ടൈപ്പായി പോകുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് നല്ലത്. കാരണം ഈ ധനുഷിന് അറിയാൻ പറ്റും, നമ്മുടെ ഈ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാല് ഒരുപാട് ബ്ലോഗർമാർ അവിടുത്തെ ഈ വാഹന കമ്പനികളെ കുറിച്ച് നിരന്തരം വാർത്ത ചെയ്യാറുണ്ട്. മനോഹരമായ വലിയ കാറുകളൊക്കെ. അപ്പൊ അങ്ങനെ പോലെ അനവധി ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, അനവധി കമ്പനികൾ ചൈനയിലുണ്ട്. ഇതെല്ലാം ലക്ഷ്യം വെച്ചിരുന്ന അമേരിക്കൻ വിപണിയും മറ്റ് കൺട്രീസിന്റെ വിപണികളും ഒക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ പ്രധാന വിപണി അടയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വിറ്റഴിക്കണ്ടേ, ഈ കമ്പനികൾക്ക് സാധനം പോകണ്ടേ. അപ്പൊ ഇന്ത്യയുമായിട്ട് സമരസപ്പെട്ടു പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം അങ്ങനെ വേണം നമ്മൾ കരുതാനാണ്. കാരണം ഈ അടുത്ത് സൗഹൃദത്തിന്റെ 75-ാം വാർഷികം വരെ നമ്മൾ പരസ്പരം ആഘോഷിച്ചു. ഡ്രാഗണും ആനയും ഡാൻസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ചൈനീസ് മന്ത്രിയാണ് പറഞ്ഞതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു 4-5 ദിവസം മുമ്പായിരുന്നു നമ്മളുടെ 75-ാം സൗഹൃദ ദിനം. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. പല ദിനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ സൗഹൃദ ദിനം എന്ന് പറഞ്ഞൊരു ദിനം ഉണ്ടാകുകയും പോയി കേക്ക് മുറിക്കുന്നു. നമ്മുടെ ഈ ചൈന ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ട് കേക്ക് മുറിക്കുന്നു. അത് കോൺഗ്രസ് എടുത്തിട്ട് വലിയ വിഷയമാക്കിയായിരുന്നു കേക്ക് മുറി. എന്താ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥ. എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഈ ചുറ്റോട് രാജ്യങ്ങളെ സംബന്ധിച്ച്. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.